സോ ഹായ് എവ്രിവൺ, നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യുവാണ്, നെക്സ്റ്റ് ജേസിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാന്ന് വിചാരിച്ചു. ഓക്കെ, സോ അപ്പോൾ ബേസിക്കലി നെക്സ്റ്റ് ജേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നെക്സ്റ്റ് ജേസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഉള്ളത്. അവർ പറയണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് ജേസ് എന്താണ്, റിയാക്ടിന്റെ ഒരു ഫ്രെയിം വർക്ക് ആണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി റിയാക്ടിന്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ ഈ ഫ്രെയിം വർക്ക്. ഓക്കെ, അപ്പൊ കുറെ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ് എന്താണ് ഫ്രെയിം വർക്ക്, എന്താണ് ലൈബ്രറി. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സിമ്പിൾ ആയിട്ട് ചിന്തിക്കും, രണ്ടും കോഡിങ്ങിന്റെ സെറ്റപ്പുകൾ തന്നെയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് എക്സാമ്പിൾസ് പറയാൻ പറ്റുന്നത്, നമുക്ക് ഈ പറഞ്ഞ CSS അകത്തൊരു ഫ്രെയിം വർക്ക് ഉണ്ട്, ടെയിൽവിൻ CSS. ഓക്കെ, അപ്പൊ ടെയിൽവിൻ CSS വെച്ച് നമുക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ടെയിൽവിൻ CSSൽ പോയി കഴിഞ്ഞാൽ ടെയിൽവിൻ CSSൽ ബേസിക്കലി നമുക്കൊരു സെറ്റ് ഓഫ് ക്ലാസ്സസ് ഉണ്ടാവും. ഈ സെറ്റ് ഓഫ് ക്ലാസ്സസ് നമുക്ക് ഉപയോഗിക്കുക, സാധനങ്ങൾ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ഓൾറെഡി സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നേരെ ഉപയോഗിക്കുക, ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ള. അല്ലാതെ അത് നമുക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം നമുക്കത്, അതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ, എല്ലാ സാധനങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ഫ്രെയിം വർക്ക്. ഓക്കെ, ഇനി ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് ഫ്രം സ്ക്രാച്ച് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് പോലെ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റിയാക്ട് ഒരു ലൈബ്രറിയാണ്. ഓക്കെ, റിയാക്ട് എങ്ങനെ ഒരു ലൈബ്രറിയാന്ന് വെച്ചാൽ റിയാക്ടിന്റെ അകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്, ഇപ്പൊ സ്റ്റേറ്റ് ഉണ്ട്, ഹുക്ക് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ബേസ് ആക്കി ഉണ്ടാക്കി തന്നേക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ഇത് വെച്ച് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് നിയന്ത്രിക്കാം എങ്ങനെ ചെയ്യണം, അങ്ങനെ പോണോ ഇങ്ങനെ പോണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാം. ഓക്കെ, അപ്പോ ബേസിക്കലി റിയാക്ടിനകത്ത് അപ്പൊ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് കാര്യങ്ങൾ കൊണ്ടുവരാനുണ്ട്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ജേസിൽ കൊണ്ടുവരാൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ജേസ് ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ജേസിന്റെ അകത്ത് ഇപ്പൊ റൗട്ടിങ് ആയിക്കോട്ടെ, ഫെച്ചിങ് ആയിക്കോട്ടെ, ഓൾറെഡി ഇപ്പോൾ പേജ് റെൻഡറായി വരുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിനെയും കുറിച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ അകത്ത് റൗട്ടിങ് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രീ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് ഉപയോഗിച്ച സാധനങ്ങൾ ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ, ബട്ട് കോൺഫിഗറേഷൻസ് നമുക്ക് പുതിയ കസ്റ്റമൈസ് ആയിട്ടുള്ള രീതിയിൽ സാധനങ്ങൾ ചെയ്യാൻ എന്തല്ല പറ്റില്ല. ഓക്കെ, അപ്പൊ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ജേസിന്റെ ഒരു പ്രൊജക്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളിവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ npx ക്രിയേറ്റ് നെക്സ്റ്റ് ആപ്പ് അറ്റ് ലേറ്റസ്റ്റ് എന്നുണ്ടാവും. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കി വെച്ചിട്ട് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ടെർമിനൽ എടുക്കുക. ആസ് യൂഷ്വൽ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് npx ക്രിയേറ്റ് നെക്സ്റ്റ് ആപ്പ് അറ്റ് ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യണം, പുതിയ വേർഷൻ ഉള്ളതാണ്, ഏറ്റവും പുതിയ വേർഷൻ ഉള്ളത് ഡൗൺലോഡ് ആക്കി തരും. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുവാണ്, അത് നെക്സ്റ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുവാണ്. നെക്സ്റ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ആപ്പിന്റെ പ്രൊജക്ടിന്റെ പേരെന്താന്ന് ചോദിക്കുവാണ്. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോണത് ഒരു ടു ഡു ആപ്പാണ്. ഓക്കെ, ഇന്നുപോലെ നമുക്ക് ജസ്റ്റ് ഒരു ടു ഡു ആപ്പ് ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് വേണോന്നാണ് ചോദിക്കുന്നത്. ടൈപ്പ് സ്ക്രിപ്റ്റ് വേണ്ട, നമുക്കിപ്പോൾ ജാവ സ്ക്രിപ്റ്റിൽ പിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ലിന്റ് വേണോ, ലിന്റ് ഇപ്പൊ വേണ്ട. ടെയിൽവിൻ CSS വേണോ, ടെയിൽവിൻ CSS നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ. ഓക്കെ, ഇനി SRC ഡയറക്ടറി വേണോ, നിർബന്ധമുള്ള കാര്യമല്ല, ഉള്ളത് എപ്പോഴും പ്രോജക്റ്റ് സ്ട്രക്ചറിന് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പൊ SRC വെക്കുക. ഇനി ആപ്പ് റൂട്ടർ വേണോ എസ് ഓർണോ. അപ്പോൾ ആപ്പ് റൂട്ടർ എന്താണ്, ആപ്പ് റൂട്ടർ അല്ലെങ്കിൽ എന്താണ്, ഇത് ബേസിക്കലി ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, നമ്മൾ നെക്സ്റ്റ് ജേസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡോക്സ് എടുക്കുക. ഡോക്സ് എടുക്കുമ്പോൾ ആപ്പ് റൂട്ടർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പേജ് റൂട്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് രണ്ടുമാണ് മെയിൻലി റൗട്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗട്ടിങ്ങിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആസ് യൂഷ്വൽ നമുക്ക് അറിയാവുന്നത് പോലെ നെക്സ്റ്റ് ജേസ് എന്താണ്, റിയാക്ടിന്റെ ഒരു ചെറിയ ചേഞ്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നെക്സ്റ്റ് ജേസിന്റെ മെയിൻ ആയിട്ടുള്ള വരവ്. ഓക്കെ, റിയാക്ടിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റിയാക്ട് ഫുള്ളി ക്ലൈന്റ് ആണ്. ഓക്കെ, ക്ലൈന്റ് സൈഡ് നമ്മൾ ബേസിക്കലി HTML എഴുതുന്ന പോലെ ക്ലൈന്റ് സൈഡിലാണ് ബേസിക്കലി വർക്കിംഗ് എല്ലാവരുടെ പരിപാടികൾ നടക്കണം. ഓക്കെ, അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു ബാക്ക് എൻഡ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസോ അങ്ങനെ നോഡോ അല്ലെങ്കിൽ പൈത്തണോ ഏതെങ്കിലും ലാംഗ്വേജിലോ സാധനത്തിനായിട്ട് നമ്മൾ എഴുതുന്നു, എന്നിട്ട് ഇവിടെ നമ്മൾ ഫെച്ച് ചെയ്യുന്നു, യൂസ് ചെയ്യും. അപ്പൊ ബാക്ക് എൻഡും ഇതും വേറെ ഇതിലാണ് റൺ ചെയ്യുക. അപ്പോ ബാക്ക് എൻഡ് അപ്പോൾ വേറെ ഇതിൽ റൺ ചെയ്യുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ AWS അങ്ങനെയുള്ള സാധനത്തിലൊക്കെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ എന്താണ് കുറെ ടൈം എന്ന് വെച്ചാൽ ഫുൾ ടൈം ഈ സാധനം എന്ത് ചെയ്യണം, റണ്ണ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എക്സ്പ്രസ്സിൽ നമ്മളൊരു സെർവർ ഉണ്ടാക്കി റൺ ചെയ്യുമ്പോൾ ഫുൾ ടൈം റണ്ണിങ്ങിലായിരിക്കും ഇത്. ഓക്കെ, അങ്ങനെയുള്ള രീതിയിൽ അത് ഉണ്ടാക്കണം. അപ്പോഴാണ് നമ്മൾ സെർവർലെസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വന്നത്. അപ്പൊ സെർവർലെസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സെർവർ ഇല്ല, അപ്പൊ സെർവർ ഇല്ലേ. അപ്പൊ ബേസിക്കലി അവിടെ ഉള്ള ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻസ് എടുത്തൂടെ,
ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, എപ്പോഴും വർക്ക് ചെയ്യോ ഇല്ല. അപ്പൊ അത് ബേസിക്കലി സെർവർലെസ് എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. നമ്മൾ എപ്പോഴാണോ അതിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കണം ആ സമയത്ത് മാത്രമേ അത് വർക്ക് ആവുന്നുള്ളൂ. അപ്പൊ നമുക്ക് അത്രയും കുറവ് മറ്റേ ഇതുള്ള ഹാൻഡിൽ ചെയ്താൽ മതി. എപ്പോഴും ഒരു സെർവർ റൺ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. അതിനാണ് ഈ സെർവർലെസ് ഉള്ള രൂപത്തിൽ പറയണം. ഓക്കെ, അപ്പോ ബേസിക്കലി നമ്മൾ പറയുമ്പോ പേജ് റൗട്ടർ ഓൾമോസ്റ്റ് ലൈക്ക് റിയാക്ടിന്റെ പോലെ തന്നെയാണ്. അപ്പൊ നെക്സ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കും റിയാക്ടിൽ നിന്ന് നെക്സ്റ്റിലേക്ക് വന്നപ്പോൾ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഒരൊറ്റ കോഡ് ബേസിലുണ്ട്. അതിപ്പോ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി രണ്ടാമതുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ റൗട്ടിങ് സിമ്പിൾ ആയിട്ടുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെച്ചിങ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ. അതിന്റെ അകത്തുള്ള രണ്ട് തരം ആൾക്കാരാണ് പേജ് റൗട്ടറും ആപ്പ് റൗട്ടറും. പേജ് റൗട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ക്ലൈന്റ് ആണ്, അതിന്റെ എല്ലാ പേജുകളും ക്ലൈന്റ് ആണ്. ഓക്കെ, ആപ്പ് റൗട്ടർ എന്ന് പറയുമ്പോൾ ഓൺ അതർ സൈഡ് എന്താണ്, ബൈ ഡിഫോൾട്ട് സെർവർ ആണ്. ഓക്കെ, ബൈ ഡിഫോൾട്ട് സെർവർ ആണ് എന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് എൻഡ് കോഡ് അവിടെ ആക്സസ് ചെയ്യാവുന്ന രൂപത്തിലുള്ള സംഭവമാണെന്നാണ്. ഓക്കെ, നമുക്കിപ്പോ ബേസിക്കലി പേജ് റൗട്ടർ വെച്ചൊരു സാധനം ചെയ്യാം, പിന്നെ നമുക്ക് ആപ്പ് റൗട്ടർ വെച്ചിട്ടൊരു സാധനം ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ ആപ്പ് റൗട്ടർ ഇപ്പൊ നോയാണ് പറയാൻ പോകുന്നത്. ഇനി ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇടാം കേട്ടോ. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ലേയേഴ്സ് നോ കൊടുക്കുക. അതിന്റെ അകത്ത് ഇപ്പൊ എന്ത് ചെയ്യുകയാണ്, അത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ അകത്ത് ഇതിപ്പോ ഇൻസ്റ്റാൾ ചെയ്തപ്പോ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസപ്പോർട്ടഡ് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് സംഭവം. അപ്പൊ നെക്സ്റ്റിന്റെ ഇപ്പോഴത്തെ പുതിയ വേർഷൻസിലൊക്കെ നമ്മൾ ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നോഡിന്റെ വേർഷൻ എബവ് 18 മുകളിലേക്ക് വേണം, അത് റൺ ചെയ്യുമ്പോഴത്തേക്ക് വേറെ അടിക്കും. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ ഓൾറെഡി 21 ഉണ്ട്. അപ്പൊ NVM എന്ന് പറഞ്ഞ നോഡ് വേർഷൻ മാനേജർ ആണ്. അത് വെച്ചിട്ട് NVM use 20 എന്ന് പറഞ്ഞിട്ട് നോഡ് വേർഷൻ മാനേജർ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് നോഡിന്റെ വേർഷൻസ് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഞാനൊരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് അത് 16 ആക്കിയതാണ്. ഓക്കെ, അപ്പൊ അത് 21 ആക്കിയിട്ട് ഇനി ഇപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഇൻസ്റ്റാള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് VS കോഡിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ CD അടിച്ച് പോവാട്ടോ, കുഴപ്പമില്ല. നമ്മൾ ബേസിക്കലി ഉള്ള രൂപത്തിൽ തന്നെ അങ്ങ് നമ്മൾ ക്ലാസിക് രൂപത്തിൽ ചെയ്യാം. അപ്പൊ നമ്മൾ നേരെ ഇതിൽ പോകുന്നു. അതിൻ്റെ അകത്ത് പ്രൊജക്ട്സിന്റെ അകത്ത് നമ്മൾ ഇതിന്റെ അകത്ത് പ്രൊജക്ട് ചെയ്യുന്ന സാധനത്തിലാണ് മെയിൻലി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബ്ലോഗ്. ഓക്കെ, ബ്ലോഗിന്റെ അകത്ത് ടു ഡു ആപ്പ് എന്ന് പറഞ്ഞ പ്രൊജക്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഒന്ന് VS കോഡിൽ ഓപ്പൺ ചെയ്യും. ഓക്കെ, VS കോഡിൽ ഓപ്പൺ ആയി. VS കോഡിൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ ബ്ലോഗിൽ നമ്മൾ ഫോൾഡർ സ്ട്രക്ചറെ കുറിച്ച് സംസാരിച്ചായിരുന്നു. ബേസിക്കലി നോഡ് മൊഡ്യൂൾസ് ആസ് വി നോ റിയാക്റ്റിലുള്ള പോലെ തന്നെ നമുക്ക് വേണ്ട മൊഡ്യൂൾ കാര്യങ്ങൾ ഇത് ബേസിക്കലി റൺ ചെയ്യാനുള്ള ബേസിക് മൊഡ്യൂൾസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പബ്ലിക് എന്ന് പറഞ്ഞ ഫോൾഡർ ആണ് ബേസിക്കലി ഇമേജസ് ആയാലും നമ്മൾ മെയിൻലി CSS വെക്കാറുണ്ട്, ചിലപ്പോൾ വെക്കാറില്ല, അത് ഒപ്പീനിയേറ്റഡ് ആണ്. നമ്മൾ ബേസിക്കലി അസറ്റ്സ് ആണ്, വീഡിയോസ് ഇമേജസ് കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ വെക്കും. SRC എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ പ്രൊജക്ടിന്റെ മെയിൻ ആയിട്ടുള്ള ആള്. ഓക്കെ, അയാളിലേക്ക് വരുന്നതിന് മുമ്പ് താഴെയുള്ള ഗിറ്റ് ഇഗ്നോർ ബേസിക്കലി ഗിറ്റിലേക്ക് നമുക്കൊരു സാധനം ഇടണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് JS കോൺഫിഗ്. ബേസിക്കലി നമ്മൾ ഈ കമ്പൈലർ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഏത് കമ്പൈലർ ബേസിക്കലി ഏത് സാധനത്തിലേക്കാണ് പോയിന്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിപ്പോ SRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ളതാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് കോൺഫിഗ് ഇയാളാണ് ഭയങ്കര മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. നെക്സ്റ്റിലെ നമുക്ക് ചില സ്ഥലത്ത് ഇമേജ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കോൺഫിഗറേഷൻസ് ഒക്കെ വരും. ഓക്കെ, പാക്കേജ് ഡോട്ട് ലോക്ക്, പാക്കേജ് ഡോട്ട് ജേസന്റെ അകത്ത് നമ്മൾ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് ഇപ്പൊ റിയാക്ട് ഉണ്ട്, റിയാക്ട് ഡോം ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് റൺ ചെയ്യുമ്പോൾ റിയാക്ട് റൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ npm സ്റ്റാർട്ട് എന്ന് അടിക്കും. ഇവിടെ ഇപ്പോൾ ഡെബ് എന്ന് അവിടുത്തെ, അപ്പോൾ npm റൺ ഡെബ് എന്ന് നമ്മൾ പറയും. ഓക്കെ, വൈറ്റിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. ഇനി റീഡ്മി ഫയൽ ഉണ്ട്, ടെയിൽവിൻഡ് ഉണ്ട്. ബൈ ഡിഫോൾട്ട് നമ്മൾ ടെയിൽവിൻഡ് വേണമെന്ന് പറഞ്ഞു. നമ്മൾ SRC പോകുമ്പോൾ പേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, ഇനി സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഓക്കെ, അപ്പൊ പേജസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആപ്പ് റൗട്ടർ യെസ് എന്നായിരുന്നു കൊടുത്തതെങ്കിൽ ഈ പേജസിന് വരെ എന്താവും, ആപ്പ് എന്നാവും. അതേ ഡിഫറൻസ് ഉള്ളൂ. പിന്നെ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ഡിഫറൻസ്. നമ്മളിപ്പോ പേജസ് റൗട്ടർ വെച്ചിട്ടാണ് ഒരു ടു ഡു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പേജസിന്റെ അകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ API എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, ഇത് hello.js എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇനി നമ്മള് ബേസിക്കലി നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരു ഒറ്റ കോഡിൽ എഴുതാന്ന്, അതാണ് ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത്. API എന്ന് എഴുതുന്നതിന്റെ അകത്ത് നമ്മൾ എഴുതുന്ന എല്ലാം എന്താണ്, ബാക്ക് എൻഡ് ആണ്. ബേസിക്കലി ഇതൊരു ബാക്ക് എൻഡ് കോഡാണ്. ഓക്കെ, റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, app.js ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ്. ഓക്കെ,
ഈ പറഞ്ഞ app.js ത്രൂ ആണ് നമ്മൾ എല്ലാ പേജിലേക്കും എന്ത് ചെയ്യണത് പോകണം. ഓക്കെ, ഇയാളുടെ അണ്ടറിലെ എല്ലാവരും വരാം. ഇനി index.js എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ട്. നമുക്ക് ബേസിക്കലി ഈ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യുന്നു. ഇനി npm run dev എന്നടിക്കുന്നു. dev എന്നടിക്കുമ്പോൾ ടുഡോ ആപ്പ് സ്റ്റാർട്ട് ആവുകയാണ്. ടുഡോ ആപ്പിന്റെ അകത്ത് നമ്മൾ കൺസോളിൽ സാധിച്ചു. ഓക്കെ, അപ്പോൾ ഇപ്പൊ ലോക്കൽ ഹോസ്റ്റ് 3000 ഇത് ഓപ്പൺ ആയി. നമുക്ക് കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത് നമുക്ക് ഓപ്പൺ ആയി വരും. ലോക്കൽ ഹോസ്റ്റ് 3000 ഓപ്പണിംഗ് ആണ്. ഇത് കണ്ട കമ്പൈലിംഗ് സ്ലാഷ്. അപ്പൊ ആ ലോക്കൽ ഹോസ്റ്റ് 3000 സ്ലാഷ് എന്നുള്ള പേജ് ഇപ്പൊ കണ്ട get/3000 വർക്കിംഗ്. ഓക്കെ, അപ്പൊ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ പേജിൽ വന്നു. ഇതാണ് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള നെക്സ്റ്റ്.js ടെംപ്ലേറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എന്നീ രണ്ട് സാധനങ്ങളെ കുറിച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ലോക്കൽ ഹോസ്റ്റ് 3000 നിൽക്കുവാണ്. ഇതിന്റെ അകത്ത് റൗട്ടിങ് ബേസിക്കലി ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് index.js എന്ന് പറഞ്ഞ ഈ ഫയലില്ല. index.js ആണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പൊ കണ്ടില്ലേ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എഡിറ്റിംഗ്. ഇതാണ് ഈ സംഭവമാണ് മെയിൻ പേജിലുള്ളത്. index.js വെച്ചാണ് ബേസിക്കലി പേജസ് എല്ലാം പറയുന്നത്. ഇനി ഇതിനകത്തൊരു പുതിയ പേജ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. ഇപ്പൊ എനിക്കൊരു എബൌട്ട് എന്നൊരു ഫയൽ ഉണ്ടാക്കും. ഓക്കെ, ഞാൻ അതൊരു പുതിയ ഫോൾഡർ ഉണ്ടാക്കും. എബൌട്ട് എന്ന് അതിന് പേര് കൊടുക്കുന്നു. ഞാൻ അതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ എബൌട്ടിന്റെ അകത്ത് ഞാൻ index.jsx JSXO JSX മീൻസ് ജാവാസ്ക്രിപ്റ്റ് റിയാക്ട് എന്നുള്ള ടെംപ്ലേറ്റ് ഉപയോഗിക്കണം. JS എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ മെയിൻ ആയിട്ടുള്ള നമ്മളിപ്പോ HTML സപ്പോർട്ട് തരില്ല. അതിൻ്റെ അകത്ത് ഇത്ര ഡിഫറൻസ് ഉള്ളൂ. നമ്മളപ്പോൾ RFCE ബേസിക്കലി റിയാക്ട് ബേസിക് ആയിട്ടുള്ള സ്നിപ്പറ്റ് കിട്ടാനാണ് നമ്മളിത് എബൌട്ട് പേജ് എന്ന് കൊടുക്കും. ഓക്കെ, എബൌട്ട് പേജ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, നേരെ /എബൌട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എബൌട്ട് പേജിലെത്തി. ഇത്രയും സിമ്പിൾ ആണ് ഇതിൻ്റെ അകത്ത് റൗട്ടിങ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇതാണ്. നമ്മൾ ഇനി ഓരോരോ പുതിയ പുതിയ ഫീച്ചേഴ്സിൽ നമ്മൾ മെയിൻലി എത്തും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് അടുത്ത ഫീച്ചറാണ് നമ്മൾ ബ്ലോഗിൽ പറഞ്ഞ പോലെ. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്തു ഇവിടെ നമ്മൾ ഓരോ ഫോൾഡർ ഈ പേജസിന്റെ അകത്ത് നമ്മൾ മെയിൻലി റൗട്ടിങ് മാത്രമായിട്ടേ ഉള്ളൂ. ഓക്കെ, റൗട്ടിങ് ചെയ്യണ ഫോൾഡേഴ്സ് മാത്രമേ അതിൻ്റെ അകത്ത് ഇടൂ. ബേസിക്കലി നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫ്രണ്ട് എൻഡ് ആണ്. ഇനി API എന്നുള്ള ഒരു ഫോൾഡറിന്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് എല്ലാം ബാക്ക് എൻഡാണ്. ഇപ്പൊ APIന്റെ അകത്ത് hello.js ആണ് ഉള്ളത്. അപ്പൊ API/hello എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇത് ബാക്ക് എൻഡ് ആണ്. കണ്ടില്ലേ, നെയിം ജോൺ ഡോ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മെസ്സേജ് ഇപ്പൊ പാസ് ചെയ്യണം. ഇപ്പൊ ബാക്ക് എൻഡിൽ നിന്ന് ഇപ്പോ MongoDB അങ്ങനെ ഏതെങ്കിലും ഡാറ്റാബേസിൽ നിന്നൊക്കെ ഒരു ഡാറ്റ എടുത്തിട്ട് ഒരു ഇതെടുത്താണ് ഇപ്പൊ ലോഗിൻ ചെയ്ത് യു ആർ ലോഗ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എനിക്ക് ഇങ്ങോട്ട് തരണമെന്ന് വിചാരിച്ചു. ഇത് കണ്ടില്ലേ, മെസ്സേജ് കിട്ടി. ഈ മെസ്സേജ് എനിക്ക് ഫ്രണ്ട് എൻഡിലേക്ക് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ബേസിക്കലി ഇത് ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന് പറഞ്ഞാലാണ് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും വർക്ക് ആവുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും വേണ്ട. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഓരോരോ ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ടുഡോ ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു മെയിൻ ആയിട്ട് സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റാർട്ടിങ് പോലെ വെക്കാൻ നമ്മൾ ആദ്യം ഈ മെയിനിലുള്ള എല്ലാ സാധനങ്ങളും കളയും. അതിന്റെ എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഡിപ് ഉണ്ടാക്കി വെക്കും. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മള് ടുഡോ ആപ്പാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ടുഡോ ആപ്പാണ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇന്നത്തെ കോൺഫിഗറേഷൻസ് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോസിൽ കവർ ചെയ്ത് പോവാം, കമന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. See you guys, bye.